ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയ തോറ്റുപോവുകയുള്ളൂ. ഇന്ദ്രൻ അവളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകരുത്. പിന്നെ അവനെ എനിക്ക് തിരിച്ചു കിട്ടില്ല. രണ്ടുപേരെയും തന്ത്രപൂർവം ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അയ്യോ, എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു ഇന്ദ്ര. നിങ്ങൾ വീണ്ടും താലി കെട്ടുന്ന ചടങ്ങിന് ഈ കാണുന്നവരെയൊക്കെ നീ ക്ഷണിച്ചു. എന്നോട് മാത്രം നീ ഒരു വാക്കു പറഞ്ഞില്ലല്ലോ ഇന്ദ്ര. വീട്ടിൽ വെച്ച് ഞാൻ ചോദിച്ചപ്പോ നിങ്ങളൊക്കെ എന്താ പറഞ്ഞേ? ജോസഫ് ഏട്ടന്റെ മകളുടെ കല്യാണത്തിന് നിങ്ങളെല്ലാവരും സെന്റ് മേരീസ് ചർച്ചിൽ പോവുകയാണെന്നല്ലേ? കൊള്ളാവിടാ. അമ്മ അറിയേണ്ടെന്ന് നീ ഇവരോടൊക്കെ പറഞ്ഞു കാണുമല്ലേ ഇന്ദ്ര? നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സിൽ ഒപ്പുവെക്കാതിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ വീണ്ടും ഒരുമിക്കുമെന്ന്. സത്യം പറഞ്ഞ അനുപമയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്ന കാര്യം ഞാൻ നിന്നോട് സംസാരിക്കാനിരിക്കായിരുന്നു ഇന്ദ്ര. എന്തായാലും നന്നായി. മാഷേ, നന്ദിയുണ്ട് മാഷേ. തക്ക സമയത്ത് തന്നെ മാഷ് ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചല്ലോ. പിന്നെ എനിക്കൊരപേക്ഷ കൂടിയുണ്ട്. ഇവരെ രണ്ടുപേരെയും മാഷ് എന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകരുത്. എന്റെ മകനെയും മരുമകളെയും എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ മാഷ് എന്നെ അനുവദിക്കണം. എന്താ സുശീലേത്? ഞാൻ ഇതുവരെ ഇവരെ സുശീലയുടെ കുടുംബത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചിട്ടേയില്ല, ഇനി ശ്രമിക്കേയില്ല. മാത്രമല്ല, ഇവര് രണ്ടുപേരും ഇനി അങ്ങോട്ടേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്റെ മകനെയും മാഷിന്റെ മകളെയും എനിക്കെതിരെ ആയുധമാക്കി അയക്കാൻ തീരുമാനിച്ചിരിക്കായിരുന്നു അല്ലേ? ഇവരവിടെ എത്തും മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടത് കൊണ്ട് അഭിമാനം രക്ഷിക്കാൻ പറ്റി. രോഗി ഇച്ഛിച്ചത് തന്നെ വൈദ്യം കൽപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് നേരിട്ട് ബോധ്യായി. അതെ അതെ. ഇനിയിപ്പോ ഇന്ദ്രൻ അനുവിനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരണോ അതോ? എന്തിനാ ദാസാറേ, നിങ്ങളൊക്കെ മുൻകൈയെടുത്ത് രണ്ടുപേരെയും വീണ്ടും ഒരുമിപ്പിച്ചില്ലേ? അത് മതി. അത് തന്നെ വലിയ കാര്യം. ഇനി ഇവരെ ഇങ്ങോട്ട് ഏൽപ്പിച്ചു തന്നാ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അനു, ഇന്ദ്രന്റെ വീട്ടിലേക്ക് പോവാൻ നീ ഒരുക്കാണോ? നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി അനു. അച്ഛൻ പറഞ്ഞില്ലേ ചേച്ചി, അതിലപ്പുറം ഞാൻ എന്താലോചിക്കാനാ? ഞങ്ങൾ ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനം. അമ്മ വീട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കൂടി ചെയ്തോടെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ഞങ്ങളെ യാത്രയാക്കണം. നിങ്ങളുടെ സന്തോഷമല്ലേ ഞങ്ങളുടെ സന്തോഷം. പോയി സുഖമായിട്ട് ജീവിക്കും മക്കളെ. ചേച്ചി സന്തോഷായിട്ട് പോയിട്ടോ. ചേച്ചി മക്കളെ പോയിട്ട് വരാം. ശരി ചേച്ചി, പോയിട്ട് വരാം. അല്ല, ഇനി ഇവിടെ ചടങ്ങൊന്നും ബാക്കിയില്ലല്ലോ മാഷേ. എന്നാ ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടെ. ശരി സുശീല, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓ മക്കളെ, വീണ്ടും ഞാൻ എന്റെ മകളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേന്ദ്ര. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ.